നിലമ്പൂരിലെ ജനവിധി അറിയാൻ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ വീർപ്പടക്കി കാത്തിരിക്കുകയാണ്. നമുക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണ് തത്സമയം ചേരുന്നത്. ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, കോൺഗ്രസിന് അത്രയ്ക്കുണ്ടോ ഉറപ്പ് നിലമ്പൂരിൽ? രാഹുൽ, സ്വാഗതം. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നാണ് UDF നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. രാഹുലിന്റെ ഒരു കണക്കുകൂട്ടൽ എന്താണ്? ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങൾക്ക് ജനങ്ങളെ ഒരു ആത്മവിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങളെ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ആധികാരികമായി പറയുന്നു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകും. ഇപ്പോ തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രത്യേകത, അതാത് മണ്ഡലങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് അതാത് മണ്ഡലങ്ങളിലെ ജനങ്ങൾ UDFന് നൽകിയത്. ആ പതിവ് നിലമ്പൂരുകാരും ആവർത്തിക്കും. നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ ഉണ്ടാകും. ഒരു ഭൂരിപക്ഷ പ്രവചനം നമ്മൾ നടത്താൻ തയ്യാറാകുകയാണെങ്കിൽ അത് എത്രയായിരിക്കും രാഹുൽ? എനിക്കൊരു നമ്പർ പറയുന്നത് അതിനകത്തൊരു പ്രയാസമുണ്ട്. പക്ഷേ ചരിത്ര ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ് നാളെ നിലമ്പൂരിൽ വോട്ടിന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകും. ഇപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും രാഹുലിന് ചെറിയ ടെൻഷനുണ്ടോ? ഒരു ടെൻഷനും ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാ ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൽ നിലവിലില്ല. ടെൻഷനും ഹൃദയമിടിപ്പും ഒക്കെ ഉണ്ടാകേണ്ടുന്നത് കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ടെൻഷനും ഒക്കെ ഉണ്ടാകേണ്ടത്. കാരണം ഇത്രയും കാലം ഇപ്പോൾ പാലക്കാട് ജയിച്ചപ്പോൾ പറഞ്ഞത്, പുതുപ്പള്ളി ജയിച്ചപ്പോൾ പറഞ്ഞത്, തൃക്കാക്കര ജയിച്ചപ്പോൾ പറഞ്ഞത്, വയനാട് ജയിച്ചപ്പോൾ പറഞ്ഞത് അതൊക്കെ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അല്ലേ എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പിടിച്ചു തുടങ്ങുന്നതിന്റെ തുടക്കം നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, രാഹുൽ, അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ M സ്വരാജിനെ നിർത്തൂ എന്ന് വെല്ലുവിളിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൽ തുടങ്ങുന്നു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ഒരു വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് നിലമ്പൂർ കളം നിറഞ്ഞ് കളിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ സ്ഥാനാർത്ഥിയെ അതുകൊണ്ടല്ല അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നുള്ള കാര്യം അവർ വളരെ കൃത്യമായി പറഞ്ഞു. M സ്വരാജ് തന്നെ അതിന് നൽകിയ ഒരു വിശദീകരണം ഒരു എതിരാളികൾക്ക് പോലും തോന്നുന്നുണ്ടല്ലോ, ഞാൻ ഒരിടത്ത് മത്സരിക്കാൻ യോഗ്യനാണ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്, ടെൻഷനുണ്ടോ എന്ന്? ഒരു ടെൻഷനുമില്ല. മാത്രമല്ല, അദ്ദേഹത്തെ പോലെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മത്സരിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എന്താണ്, തൃക്കാക്കരയിൽ തോറ്റപ്പോൾ പറഞ്ഞത് അത് സ്വതന്ത്രനെ നിർത്തിയത് പാളി എന്നാണ്. പാലക്കാട് തോറ്റപ്പോൾ പറഞ്ഞത് ഇപ്പുറത്തുനിന്ന് ഒരാൾ അപ്പുറത്ത് പോയി മത്സരിച്ചതിൻ്റെതാണ് എന്നാണ്. നിലമ്പൂരിലും തോൽക്കുമ്പോൾ ഇവരാദ്യം ഒരു ഡോക്ടറെയൊക്കെയാണ് അന്വേഷിച്ചത്. അപ്പോൾ പരാജയപ്പെട്ട് കഴിയുമ്പം ശ്രീ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറയാ, ഡോക്ടറുടെ ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ചിട്ടാണ് ആളുകളെതിരായി വോട്ട് ചെയ്തത്, പാർട്ടിയുടെ കുഴപ്പമല്ല എന്ന് പറയും. ഇതിപ്പോ പാർട്ടിക്ക് എന്തു പറയാനുണ്ട്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, ആ പ്രദേശത്തു നിന്നുള്ള ആള്, അങ്ങനെ പിന്നെ ഒരു മുൻ MLA, അങ്ങനെ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ വളരെ ഉന്നതമായ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ തന്നെ മത്സരിക്കുമ്പോൾ നാളെ ആ പരാജയത്തിൽ നിന്ന് ഉത്തരവാദിത്വം മാറ്റി വയ്ക്കുവാനായിട്ട് CPM-ന് കഴിയില്ല. അത് കൃത്യമായി ഞങ്ങൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെയാണ് ശ്രീ M സ്വരാജിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ഭാരവാഹി തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞത്. ആ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ഭാരവാഹി മത്സരിച്ചതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ആന്റി ഇൻക്യുംബൻസിയുടെ വിധിയെഴുത്താണ് ഇത് എന്ന് ഞങ്ങൾക്ക് നാളെ കൺവിൻസിംഗ് ആയി പറയുവാനും അത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനും കഴിയും. യോഗ്യനായ ഒരു എതിരാളി തന്നെയായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിലയിരുത്തുകയാണ്. അപ്പോൾ അൻവർ ഫാക്ടർ അതുണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. ഇന്ന് വെള്ളാപ്പള്ളി നടേശനൊക്കെ പറഞ്ഞത് അൻവർ കാര്യമായി വോട്ട് പിടിച്ചാൽ M സ്വരാജ് വിജയിക്കും എന്നാണ്. അത്തരത്തിലുള്ള വിലയിരുത്തലുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം പാലക്കാട് ഞാൻ പരാജയപ്പെടുമെന്ന് പറഞ്ഞിരുന്നു, തൃക്കാക്കരയിലെ ഉമാ തോമസ് പരാജയപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് എടുക്കണോ വേണ്ട എന്നുള്ള തീരുമാനം ജനങ്ങളുടേതാണത്. ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ഞാനൊരു കമന്റ് പറയാനില്ല. പിന്നെ ഞാൻ യോഗ്യത എന്ന് പറയുന്നത് ആ പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളെന്നുള്ള യോഗ്യതയാണ് പറയുന്നത്. അതിനപ്പുറമുള്ള യോഗ്യതയൊക്കെ പറയേണ്ടത് ജനങ്ങളാണ്, ആ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. അതിന്റെ യോഗ്യതയും അയോഗ്യതയും ഒന്നും പറയാൻ ഞാൻ ആളല്ല. അതിനകത്ത് വളരെ കൃത്യമായ ഒരു വിജയം ഞങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കമില്ല.
ഈ അൻവർ വോട്ട് പിടിക്കും എന്ന് പറയുന്ന ഒരു ആശങ്ക UDF ക്യാമ്പിന് ഉണ്ടായോ? അതുകൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കാണാനായി രാത്രിയിൽ പോയത്? അതിനെ പിന്നീട് നേതൃത്വം തന്നെ തള്ളിപ്പറയുകയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശാസിക്കും എന്ന് VD സതീശൻ തന്നെ പറയുകയും ചെയ്തു. രാഹുലിന് അത് വ്യക്തിപരമായി അങ്ങനെ ഒരു ആശങ്ക തോന്നിയിട്ടുണ്ടോ? എനിക്ക് വ്യക്തിപരമായ ഒരു ആശങ്ക തോന്നിയിട്ടില്ല. ഞാനന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇന്ന് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അദ്ദേഹം ഞാൻ എന്തെങ്കിലും ഉപാധി വെക്കുകയോ അങ്ങനെയൊന്നുള്ള കാര്യങ്ങളല്ലല്ലോ, അങ്ങനെ ഉപാധി വെക്കേണ്ടുന്ന ഒരാളല്ല. അദ്ദേഹം പറഞ്ഞിരുന്ന പിണറായി സത്തിനെതിരായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൽ ഒന്നിച്ചു നിൽക്കണം, നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ഡയറക്ഷൻ ഡീവിയേറ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. അത് മണ്ഡലത്തിലെ ജയാപജയത്തെ പറ്റിയിട്ടുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പിണറായി വിജയന്റെ തെറ്റായ കൊള്ളരുതാത്ത നിലപാടുകൾക്കെതിരായി പ്രതിഷേധിക്കുന്ന ആളുകളെല്ലാം ഒന്നിച്ചു നിൽക്കണം എന്നുള്ളൊരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തോട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിന്റെ ജയവുമായിട്ടൊരു പരാജയവും ജയവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഞാൻ അന്ന് അതിനു മുമ്പും അതിന് ശേഷവും പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ശ്രീ PV അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തെയും കൂടെ പരാജയപ്പെടുത്തിയിട്ട് ഞങ്ങൾ ജയിക്കും എന്നും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും വ്യക്തിപരമായ ഒരു ആശങ്കയില്ല എന്ന് മാത്രമല്ല, ശ്രീ PV അൻവർ പിടിക്കുന്ന വോട്ട് അത് ഇടതുപക്ഷത്തിന്റെ വോട്ടല്ലേ, ഇടതുപക്ഷത്തിന്റെ MLA അല്ലേ, അദ്ദേഹം ഇടതുപക്ഷം റിബലായിട്ട് മത്സരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് PV അൻവർ പിടിക്കുന്ന വോട്ടൊക്കെ ഇടതുപക്ഷത്തിന്റെ വോട്ടാണ്. അതുകൊണ്ട് അതുകൂടി ഞങ്ങളുടെ മാർജിനിനെ വർദ്ധിപ്പിക്കും. ഈ അൻവറിനെ അന്ന് കാണാൻ പോകണ്ടായിരുന്നു എന്ന് തോന്നിയോ? VD സതീശൻ അനിയൻ എന്ന നിലയ്ക്ക് ശാസിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ ശാസന ഏറ്റുവാങ്ങേണ്ടി വന്നോ? അല്ല, അദ്ദേഹം അത് വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ അത് എന്തെല്ലാമാണ് എന്ന ഒരു പൊതു ഇടത്തിൽ പറയുന്ന ഒരു നല്ല പ്രാക്ടീസ് അല്ലോ അത്. അദ്ദേഹം എന്നോട് വ്യക്തിപരമായി എന്താണ് പറഞ്ഞത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിപരമായ കൺവെർസേഷൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് മുന്നണിയുടെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ആശങ്കയൊന്നുമല്ല പങ്കുവെച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, പിണറായി സത്തിനെതിരായിട്ടൊരു ഫൈറ്റ് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ളൊരു ഫൈറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം UDFനെതിരെ മത്സരിക്കുക എന്ന് പറയുന്നതിനകത്ത് യുക്തിയില്ലായ്മയെ പറ്റി മാത്രമാണ് അദ്ദേഹത്തോട് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ട്രാക്ക് തെറ്റുന്നു എന്നാണ് വളരെ കൃത്യമായി അദ്ദേഹത്തോട് സൂചിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഞങ്ങൾ വളരെ കംഫർട്ടബിൾ. ഈ പ്രചരണ രംഗത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സംഭവമായിരുന്നു അത്. ആ നിലയ്ക്ക് അതിനെ എങ്ങനെയാണ് കാണുന്നത് രാഹുൽ? അത് CPMന്റെ രാഷ്ട്രീയ ദാരിദ്ര്യം എന്നല്ല എന്താ പറയുക. കാരണം ഇപ്പം ശ്രീ VD സതീശൻ അൻവറിനെ കാണാൻ പോകുന്നത് ശരിയല്ല എന്ന് പറയാം, UDFിലെ നേതാക്കന്മാർക്ക് പറയാം. പക്ഷേ LDFന്റെ ഇവരെ ഇത്തരം വിവരക്കേടുകൾ കാണിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവരൊക്കെ ഈ അന്തം കമ്മികൾ എന്നൊക്കെ സോഷ്യൽ മീഡിയ പറയാറുണ്ട്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഒരന്തവും കുന്തവും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇത്തരക്കാരെ അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ തന്നെ ഒരു MLA കാണുന്നത് വളരെ ഗോപ്യമായ ഒരു കാര്യമാണെന്ന് അവർ തന്നെ പറഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തിന് എന്ത് ക്രെഡിബിലിറ്റിയാണ് ലക്ഷ്മി ഉള്ളത്? കാരണം അപ്പോ ഇവര് നാളെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്ന ആളെയും ആളുകൾ കാണാൻ പാടില്ല എന്നാണോ പറയുന്നത്? ഇപ്പം UDFന്റെ ഒരു രാഷ്ട്രീയ ലൈനാണ് അൻവറുമായി സംസാരിക്കേണ്ട, അൻവറിനെ കാണണ്ട എന്നുള്ളത് UDF രാഷ്ട്രീയ ലൈനാണ്. പക്ഷേ അതിനെ CPM പരിഹസിക്കുക, LDF പരിഹസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിവരക്കേട്, പിന്നെ രാഷ്ട്രീയ ധാരണയില്ലായ്മ എന്നൊക്കെ അല്ലാതെ ഞാൻ എന്താ പറയാ, പൊതുസമൂഹം അതിനെ വിലയിരുത്തുള്ളൂ. കാരണം അവരുടെ ഒരു MLA കാണാൻ പോയതിനെ അവർ തന്നെ പരിഹസിക്കുകയാണ്. എന്തോ ഗോപ്യമായ മറ്റൊരു കാര്യം, ആ വാഹന പരിശോധനയുടെ സമയത്ത് അന്നേരം രാഹുൽ ഉപയോഗിച്ച ഭാഷ അതൊരു വെല്ലുവിളിയുടെയും ഭീഷണിയുടേതുമാണ് എന്ന വിമർശനം വന്നിരുന്നു. അത് അങ്ങനെ തന്നെയല്ലേ? ഒരു ഉദ്യോഗസ്ഥനോട് ഉപയോഗിക്കേണ്ട ഭാഷയായിരുന്നോ അത്? അത് ഒരു വെല്ലുവിളിയുടെ ഭാഷയല്ല, സ്വാഭാവികമായ ഒരു ധാർമ്മിക റിയാക്ഷൻ ഉണ്ടാകുമല്ലോ. ലക്ഷ്മി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ പാലക്കാട് വെച്ചൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു നീലപ്പെട്ടിയിൽ കള്ളപ്പണം കടത്തി എന്ന് എന്നെ ചാപ്പ കുത്തിയിരുന്നു ചില മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ഈ ഇടതുപക്ഷവും BJPയും ചേർന്നിട്ട്. എന്നിട്ട് ആ കേസ് എന്തായി എന്ന് പിന്നെ താങ്കൾ അടക്കമുള്ള ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകർ അതിനെപ്പറ്റി അതിന്റെ ഒരു മെറിറ്റിൽ, നിങ്ങൾ അന്ന് ആ വാർത്ത ആഘോഷിച്ച മെറിറ്റിൽ തിരുത്തിരി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടോ? ആ കേസുമായി ബന്ധപ്പെട്ട് സംഭവവുമായി ലിങ്ക് ചെയ്യാൻ ഈ സംഭവത്തെ ഉപയോഗിച്ചോ രാഹുൽ? അതായത് ഒരു FIR പോലും എടുക്കാൻ നിവർത്തിയില്ലാത്ത വിഷയമാണ് അത് എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ പറഞ്ഞത്. അങ്ങനെ ഈ വാഹന പരിശോധനയെ പാലക്കാടത്തെ സംഭവവുമായി കണക്ട് ചെയ്യാൻ ബോധപൂർവമായ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലേ? ഒന്ന് പൂർത്തീകരിക്കട്ടെ, ഞാൻ പറയുന്നതിന് ശേഷം ഒന്ന് പറയുന്നതായിരിക്കും നിവൃത്തി. അപ്പോ ഞാൻ പറഞ്ഞത്, അങ്ങനെ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി ഒരാൾ ആദ്യമായി മത്സരിക്കാൻ പോകുമ്പോൾ ബാക്കിയൊക്കെ പോകട്ടെ, രാഷ്ട്രീയമായി പറയുന്നതൊക്കെ പോകട്ടെ, അയാളെ കള്ളപ്പണക്കാരനാക്കുക, രാജ്യദ്രോഹിയാക്കി മാറ്റുക, അങ്ങനെ ചില മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് നിങ്ങളോടും പരിഭവമുണ്ട്.
എത്ര മാധ്യമങ്ങൾ തിരുത്തി? അതേ നിങ്ങൾ ആ വാർത്ത കൊടുത്ത ആംഗിളിൽ അതിൽ എത്ര ആളുകൾ തിരുത്തലുകൾ വരുത്തി? ആ കേസിനകത്ത് യാതൊരു വിധമായ മെറിറ്റുമില്ല എന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് എത്ര പേര് വാർത്തയാക്കി? എത്ര ചർച്ചകൾ സംഘടിപ്പിച്ചു? ഒന്നും ഉണ്ടായില്ല. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ വേട്ടയാടപ്പെട്ട ആളെന്ന നിലയിൽ അതിന്റെ ഒരു ആവർത്തനം കാണുമ്പോൾ, കാരണം ഇപ്പോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നീട് കാണിച്ചു MLA-യുടെ വാഹനം പരിശോധിക്കുന്നു, മനസ്സിലായി രാഹുൽ. അതിന്റെ ഒരു ധാർമ്മിക രോഷമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി അവസാനം ചോദിക്കുകയാണ്. രാഹുലിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ഒക്കെ ഉയർന്നു വരുന്ന ഒരു പുതിയ വിമർശനം, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു, വീഡിയോ എടുക്കുന്നു, റീൽ ഇടുന്നു. അങ്ങനെ നിങ്ങൾ അവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ മുഖം പോലും നിങ്ങളുടെ റീലുകളിൽ കാണിച്ചില്ല എന്ന വിമർശനം പൊതുവെ ഉയർന്നുണ്ട്. ചില മാധ്യമങ്ങളും അത്തരത്തിൽ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അതിനോടുള്ള മറുപടി കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അതിന് മറുപടി പറയാൻ സമയം തരണം. ഈ പൊതുവിലുള്ളതിന്റെ എല്ലാത്തിന്റെയും പൂർണ്ണമായ അതിന്റെ അളവുകോലും മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നത് ശരിയായിട്ടുള്ളതല്ലോ. 1-2 മാധ്യമങ്ങൾ, അത് അങ്ങേയറ്റം കോൺഗ്രസ് വിരുദ്ധത പറയുന്ന 1-2 മാധ്യമങ്ങൾ അങ്ങനെ ഒരു വിമർശനം നടത്തിയിട്ടുണ്ട്. അതല്ലാതെ പൊതുയിടത്തിലെ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് ഞാനോ താങ്കളോ മാധ്യമപ്രവർത്തകരോ ഒന്നുമല്ല. അത് പൊതുസമൂഹമാണ്. അത് അവർ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് അതിനെ വിലയിരുത്താനായിട്ടുള്ളൊരു അളവുകോൽ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പോൾ പ്രചരണം നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിനൊരു ക്ലാരിറ്റി ഒന്നും തരേണ്ടെന്ന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൊതുസമൂഹം ഒന്നും അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. നിങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിലെ ഏതൊരു പൊതുപ്രവർത്തകന്റെ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഉള്ള അതേ പ്രചരണ രീതികൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ സ്ഥാനാർത്ഥിയുടെ വിഷ്വൽസ് ഇല്ല എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തെ പറ്റി യാതൊരു വിധമായ ധാരണയും അറിവുമില്ലാത്ത മാധ്യമപ്രവർത്തകരായിരിക്കും അത് പറയുന്നത്. കാരണം ഇപ്പോൾ ഓരോരുത്തരും സ്ക്വാഡായിട്ട് വീട് കയറാൻ പോകുമ്പോൾ നമുക്ക് സ്ഥാനാർത്ഥിയെ കൂട്ടിയിട്ടാണോ വീട് കയറാൻ പോകുന്നത്? അങ്ങനെ പ്രായോഗികമാണോ? സ്ഥാനാർത്ഥിയുടെ വഴിയിലൂടെയും ബാക്കി അവിടെ പ്രവർത്തിക്കുവാൻ വന്നിട്ടുള്ള ആളുകളെല്ലാം ഞങ്ങളൊക്കെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകർക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലുമല്ലേ പ്രവർത്തനവുമായിട്ട് പോകേണ്ടത്. അപ്പൊ എങ്ങനെയാ നമുക്ക് സ്ഥാനാർത്ഥിയുടെ പിന്നാലെ നടന്ന എല്ലാ ഫ്രെയിമിലും സ്ഥാനാർത്ഥി ഉൾപ്പെടുത്താൻ നോക്കുന്നതാണ് പിന്നെ അത് ഒരു ശരിയായിട്ടുള്ള കീഴ്വഴക്കമല്ലാത്തത്. കാരണം ഞങ്ങൾക്കൊക്കെ വ്യക്തമാണ് രാഹുൽ, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ഏതായാലും വളരെയധികം നന്ദി. നിലമ്പൂരിലേക്കുള്ള യാത്രക്കിടയിലും നമുക്കൊപ്പം ചർച്ചയ്ക്ക് എത്തിയതിന് വളരെയധികം നന്ദി. ഇതോടെ ന്യൂസ് പ്ലസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.